ഉറങ്ങുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല. രാവിലെ എണീക്കാന്നുള്ളത് ഇവരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാ. വീട്ടുകാര് പറയും നീ എന്നാ ഇനി നന്നാവല്. അതായത് ഈ രാവിലെ എണീക്കുന്ന കാര്യത്തില് കുറേ കോച്ചിങ്ങും കാര്യങ്ങളും എത്ര ചെയ്താലും ഒരു കുറച്ച് ദിവസം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ദിവസം ഈ എണീക്കും, പിറ്റേന്ന് ഈ തലവേദന പറഞ്ഞിട്ട് ആ ഒരു ഞാൻ എന്താക്കും എനിക്ക് തലയടിണ്ടെന്ന് പറഞ്ഞിട്ട് കിടന്നിട്ട് അത് ഞാൻ ഇതാക്കും, ബറാബറാക്കും. പക്ഷെ ഞാൻ ഇന്നിപ്പോ സമയം 10:30 കഴിഞ്ഞു, ഇത്രയും സമയമായിട്ട് ഇനി എനിക്ക് ഞാൻ ഫോർഗീവ്നെസ് ചെയ്തിട്ടേ എടുക്കുള്ളൂ എന്നുള്ള ഒരു മെന്റാലിറ്റിക്ക് മാറി. അത് ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഡയറിയിൽ എഴുതി വെച്ച് ഫോർഗീവ്നെസ് ചെയ്തിട്ട് അത് എഴുതിയിട്ട് ഞാൻ ഉറങ്ങുള്ളൂ എന്നുള്ളൊരു ഉറപ്പിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ സമയമൊക്കെ ഞാൻ ഉറങ്ങാം, അല്ലെങ്കിൽ തന്നെ ലേറ്റ് ആയി ഇപ്പം ഞാൻ എടുക്കട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് സത്യം പറയാലോ എൻ്റെ ലൈഫ് മൊത്തത്തിൽ മാറി എന്നുള്ളതാ. ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ പോലും എന്താ ഓരോരുത്തർ വന്നിട്ട്, ഞാൻ അത്രയും കമ്പനി അല്ലാത്തവർ പോലും വന്നിട്ട് എൻ്റെ അടുത്ത് പറയാ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, ഞാൻ എന്താ കാട്ടുക, ഞാൻ എന്താ ചെയ്യണ്ടേ, എനിക്ക് എന്തെങ്കിലും ഒന്ന് പറ. എന്നിട്ട് ഓൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല, ഓഫീസിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പൊ എന്തൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുക, എടി എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, ഞാൻ എന്താ ചെയ്യുക. ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇതിപ്പോ എന്താ എന്നോട് ചോദിക്കുന്നേ, ഞാനിപ്പോ എന്താ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഞാൻ പറയും സാരമില്ല, എനിക്കൊരു സമയം വരും ശരിയാവും എന്നുള്ള പോലെ സംസാരിച്ചപ്പോ എനിക്കറിയൂല കേട്ടോ അത് എന്താണ് ഓർ എൻ്റെ അടുത്ത് വന്ന് ഇത്രയും ദിവസം ചോദിക്കാത്ത ആൾക്കാർ ഇപ്പൊ എന്താ എൻ്റെ അടുത്ത് ചോദിച്ചെന്ന് എനിക്കറിയൂല. അതേപോലെ ഞാൻ നോക്കുമ്പോൾ ബസ്സിലാണെങ്കിലും എവിടെ ആണെങ്കിൽ പോലും ഞാൻ കുറച്ചൊരു ഇവർക്ക് എന്താ കുറച്ച് അങ്ങനെ നീങ്ങുന്നൂടെ, എന്തിനാ എൻ്റെ മേത്ത് നിൽക്കുന്നത്, ചാരി നിൽക്കുന്നത്, അങ്ങനെ ചിന്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ആ സമയത്ത് നമ്മൾ ഓരോരുത്തൊന്ന് ചിരിച്ചാൽ ഓരോ നമ്മളടുത്ത് ചിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് കാണാതെ പോകുന്നതാണെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നത്. അതേപോലെ ഞാനിപ്പോ അത്യാവശ്യം അതായത് 16 വയസ്സായല്ലോ, ഇത്രയും ഏജിന്റെ ഇടക്ക് ഞാൻ സ്കൂളത്തെ ഒരു മീറ്റപ്പിന് പോയിട്ടില്ല. ആരെങ്കിലും പറഞ്ഞ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, ഇതുവരെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിട്ടില്ല. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഓള് പറഞ്ഞടി എൻ്റെ വക എനിക്ക് ചായ എന്ന് പറഞ്ഞിട്ട് ചായവാലിയിൽ പോയിട്ട് എനിക്കിന്ന് ഓളെ വക ചായയും ലോഡർ ഫ്രൈസും കാര്യങ്ങളൊക്കെ വാങ്ങിത്തന്ന്. ഞാൻ ഓളെടുത്ത് പറഞ്ഞേ, ഓൾക്കത് വലിയൊരു സംഭവം ഒന്നുമല്ല കേട്ടോ, കാരണം ഓൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എനിക്ക് ഓളെടുത്ത് അധികം പറയാനും പറ്റില്ല, പക്ഷെ എനിക്ക് എന്താ പറയാ ഞാൻ അങ്ങനെ പറഞ്ഞേടി ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാടി ഇങ്ങനെയൊക്കെ ഞാനൊരു ഫ്രണ്ടിന്റെ കൂടെ, കാരണം എനിക്ക് തോന്നും ഓല വൈബിന്റെ വൈബ് ഒക്കൂല, അല്ലെങ്കിൽ ഓലെന്തോ ഓവറായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കും, എനിക്ക് അതൊന്നും ഇഷ്ടമല്ല എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയണത്. അങ്ങനെയൊക്കെ തോന്നിയിട്ട് എനിക്ക് എൻ്റെ വൈബിന് പറ്റിയ ഒരാള്, അതേസമയം എൻ്റെ വൈബിന് പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ വെറുതെ അതായത് നമ്മൾ ഒരു ഡിറ്റാച്ച്മെന്റ് വെക്കണം എന്ന് നമുക്ക് നിർബന്ധം തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ, ഓരോരുത്തർ ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. എന്നിട്ട് ഓരെന്തെങ്കിലും നമ്മളെടുത്ത് ഒരു ഓക്കെ അല്ലാത്ത പോലെ സംസാരിച്ചാൽ അതിന് ഫുൾ സാഡ്. ഇന്നും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു. പക്ഷെ ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ആ ബ്രീത്ത് എടുത്ത്, അതായത് 4 വരെ എണ്ണീറ്റുള്ള ഒരു ബ്രീത്ത് ഉണ്ടല്ലോ, സ്ക്വയർ ബ്രീത്തിങ്, അത് എടുത്തപ്പോ എന്നിട്ട് ഞാൻ പറഞ്ഞത് പോലെ ഇതെന്തോ ഒരു എനിക്ക് നല്ലതിനാണ്, അല്ലെങ്കിൽ ഇതെന്തോ പഠിച്ചാൽ എനിക്കൊരു സൈൻ തരാണ്, ഇവിടെ ഈ ഡിസ്റ്റൻസ് ഇട്ടാളേ എന്നുള്ളത് എനിക്കൊരു സൈൻ തരാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നല്ലോണം റിക്കവറി കിട്ടുന്നുണ്ട് എന്നുള്ളതാ. അതേപോലെ ഇപ്പൊ ചെയ്ത ആ ഒരു ആക്ടിവിറ്റി ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും നമ്മളെ ഫ്യൂച്ചർ കാണുന്നുണ്ട്. ഇപ്പൊ ഞാനൊക്കെ അതായത് നമ്മളൊരു കോട്ട് സ്യൂട്ടൊക്കെ ഇട്ട്, അല്ലെങ്കിൽ നമ്മളെ അല്ല നമ്മളെ ആ ഒരു ഭാവി ഇതൊന്നും അങ്ങനെ ഇപ്പൊ അത് ചോദിച്ചല്ലോ, അതായത് ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം എന്ന് വെച്ചാൽ ഞാനൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത് എന്തേലും, കാരണം ഇതുവരെ അങ്ങനെ ആലോചിച്ചിട്ടില്ല. അപ്പൊ മൊത്തത്തിൽ ഇനി മാമിന്റെ ഒരു സെഷൻ ഞങ്ങൾക്ക് ഉണ്ടാവില്ല, ആ ഒരു കാര്യത്തിൽ മാത്രം ചെറിയൊരു സങ്കടം വന്നു ലാസ്റ്റിക്ക്. ഇനി ഒരു സെഷൻ ഞങ്ങൾക്ക് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ വിടൊന്നുമില്ല. എന്തായാലും എന്റെ ഇന്നത്തെ മോർണിംഗിലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഞാനൊന്ന് വായിച്ചുതരാം. അതായത് എന്നെ CCയിൽ എത്തിച്ചതിന്, എൻ്റെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റി തന്നതിന്, എന്നെ തിരിച്ചറിയാനും എൻ്റെ പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാനും CC എനിക്കൊരു കാരണമാക്കി തന്നതിന്, എന്നെ കൈപിടിച്ചു ചേർത്താൻ നിന്റെ പ്രതിനിധിയായി ഒരു മാമിനെ നൽകിയതിന് ഐ എം സോ ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നിയത് പഠിച്ചവൻ എന്തായാലും നേരിട്ട് വരൂല, നമ്മളെ ലൈഫിൽ ഓരോരോ സങ്കടങ്ങൾ നമ്മൾ പറയുമ്പോൾ പഠിച്ചവന്റെ പ്രതിനിധിയായിട്ട് ഓരോ മനുഷ്യന്മാരെ നമ്മളെ ലൈഫിൽ അയക്കും. അതായിരുന്നു മാമിന്റെ ലൈഫിൽ. എത്ര പറയാനുള്ളൂ, ഇനി കൂടുതൽ പറഞ്ഞാല് എന്റെ കയ്യിൽ പോകും. താങ്ക് യു. വല്ലാത്തൊരു സന്തോഷം കേട്ടപ്പോ. നമ്മുടെ മുബഷിറ മാം ഓരോരുത്തരുടെ ജീവിതത്തിൽ വെളിച്ചം നൽകുന്ന പറയുന്ന ഇതാണല്ലേ.
സത്യത്തിൽ ഭയങ്കര സന്തോഷം തോന്നി അവർ ആ ഗ്രാറ്റിറ്റ്യൂഡില് മാമിനെ കുറിച്ച് എഴുതിയത്. അത്രയും ഒരു ഇതായിട്ടാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. പഠിച്ചവന്റെ പ്രതിനിധിയായിട്ട് എന്റെ റബ്ബ് എനിക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ളതാണ് നമ്മുടെ മുബഷിറ മാമിനെന്ന്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നമുക്ക് ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ നമുക്ക് ഓരോന്നിനും ഓരോ സമയമുണ്ട് അല്ലെ. അപ്പോ ഈ ഒരു സമയത്തേക്കാണ് മാമിന്റെ ആ ഒരു പോസ്റ്ററിലൂടെ മാമിനെ കൂടുതൽ അടുത്തറിയാനും, എന്നിട്ടും ഇന്ന് രാവിലെ നമ്മുടെ സെഷനിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടാവും. എനിക്കിത് കിട്ടോ, ഇതൊന്നും വല്ലതും കിട്ടോ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ റീഫണ്ട് കിട്ടോ എന്നൊരു ഡൗട്ടോട് കൂടിയാണ് ഞാൻ കയറി എന്നുള്ളത് ആള് ഇപ്പൊ വൈകുന്നേരം പറയുമ്പോ ഭയങ്കര സന്തോഷം. മാഷാ അല്ലാ, ഞാൻ ഇതിലൊരു മെന്റർ ആയതില്, എനിക്കിതൊക്കെ കേൾക്കാനും കഴിഞ്ഞതില് മാഷാ അല്ലാ ഭയങ്കര താങ്ക് യു സോ മച്ച് ഓൾ. ഞാനും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പോ ഷാന മാം, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു 7 days ജേണി? സുഹൈല പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് നേരത്തെ എണീക്കാന്. 2 ദിവസം എണീക്കും, 3-ാമത്തെ ദിവസം വീണ്ടും ഇതാവും. ഞാന് മാമിന്റെ ഗോൾ ആക്ടിവേഷൻ ജേർണിയിൽ ചേർന്നിട്ടുണ്ട്. അതില് ഫസ്റ്റില് രാവിലെ കുളിച്ചിട്ടിരിക്കണ ഒരു ക്ലാസ്സിന് മുന്നേ കുളിച്ചിരിക്കണം എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ 4:30 എണീറ്റ് കുളിക്കും. ഞാൻ തന്നെയാണോ ചെയ്യണത് എന്ന് എനിക്ക് ആ കുളിക്കാൻ പോകുമ്പോ എന്താ പറയാ തോന്നും. കാരണം ഉച്ചക്ക് 12 മണി 2 മണി ആയാലും ഉമ്മ പറയും കുളിക്കുക എന്തെങ്ങനെ, ഈ 2 ദിവസം കുളിച്ചില്ലെങ്കിൽ എനിക്ക് ഹാപ്പിയാണ്. അത്രയും കുളിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പണിയാ. ആ സംഭവമാണ് ഞാന് രാവിലെ എണീക്കണ്, അൽഹംദുലില്ലാ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പിന്നെ കുളിക്കാൻ പോവാ. അതും ആ എനർജി ബാത്താണ് ഡെയിലി എടുക്കുന്നത്. അപ്പോ ഭയങ്കര എന്താ പറയാ നല്ല സന്തോഷം. അത് മാത്രല്ല മാം ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ചിരി, ഞാൻ തിരുമ്പായിരിക്കും, ഞാൻ ചിരിച്ചിട്ടാണ് തിരുമ്പ. ഞാൻ ഇടയ്ക്ക് എന്റെ ഫേസില് ഇന്ന് മോളിന് പമ്പേഴ്സ് ഒരു വെള്ളത്തിൽ ഇട്ടേക്കും. അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോവാണല്ലോ, അത് കുതിരാൻ വേണ്ടിട്ട് അവിടെ എന്താ പറയാ സ്ഥലം കുറവാ. അപ്പൊ ഞാൻ പമ്പേഴ്സിന്റെ ബക്കറ്റോ വേസ്റ്റ് കൊണ്ടുപോയി കളയണം. നല്ല ചിരിച്ചിട്ട് ആ ചിരിക്കുമ്പോ എനിക്ക് എന്റെ മൈൻഡിൽ ഭയങ്കര പീസ്. അപ്പൊ ഇന്നലെ ഹസ്ബൻഡും കൂടി പറഞ്ഞു, കണ്ട ഇപ്പൊ ഞാൻ എന്നെ ചീത്ത പറയണ്ട, മറ്റേത് എന്നെ നിന്റെ മുഖം അങ്ങനെയാണ് ഇങ്ങനെ പറയുമ്പോ ഇനി ഞാൻ എന്റെ മുഖം ഇങ്ങനെയാണ് ചേഞ്ച് ആക്കാന്ന് പറഞ്ഞു. മനഃപൂർവ്വം നമ്മൾ ചിരിച്ചു തുടങ്ങിയപ്പോ ഞാൻ ഇടയ്ക്ക് എന്റെ ഫേസ് ഞാൻ വല്ല പണിയെടുക്കുമ്പോ അപ്പോഴും ചെറിയൊരു സ്മൈൽ ഉണ്ട്. അത് എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ആയിട്ടില്ല. പിന്നെ അതുപോലെ ഏറ്റവും ഹാപ്പി ആയത് എന്താന്ന് വെച്ചാല് ഒരുപാട് വർഷത്തെ എന്റെ ആഗ്രഹമാണ് ഞാനൊരു ഡോക്ടർ ആവാന്നുള്ളത്. അതിന് ആഗ്രഹിക്കാന്നല്ലാണ്ട് ഒരു സ്റ്റെപ്പ് പോലും MBBS BAMS അങ്ങനല്ല. ആൾക്കാർക്ക് രോഗം എന്തിൽ നിന്ന് സുഖപ്പെടണം എന്നുള്ളത് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്കത് ആവണം എന്നുണ്ട്. ഓർമ്മ വെക്കും തൊട്ടേ സ്കൂൾ സെഷൻ തൊട്ടേ ഉള്ളതാണ്. എന്റെ ബുക്കിലൊക്കെ ഞാൻ എഴുതിയേക്കും ഡോക്ടർ ഷെഹന, ഉപ്പാടെ പേര് കൂട്ടിയിട്ട് ഇങ്ങനെ എഴുതിയേക്കും. ഉപ്പാക്ക് ഇങ്ങനെ ഫസ്റ്റ് എന്താ പറയാ വർക്ക് ചെയ്തിട്ട് സാലറി കൊടുക്കുന്ന ഒക്കെ കുഞ്ഞ് നമ്മളൊരു അംബീഷൻ ഒക്കെ എഴുതുമ്പോൾ ഞാനുള്ളൂ. പിന്നെ കല്യാണം കഴിഞ്ഞ് നീറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തതാ. പക്ഷെ അതൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല. ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. എന്റെ ഉള്ളില് വിഷമാണ്. കാരണം എനിക്ക് ഇതാവാൻ പറ്റിയില്ലല്ലോന്ന്. അൽഹംദുലില്ലാഹ് ഇപ്പൊ അക്യുപഞ്ചറിന് ചേർന്നപ്പോ അതിനെ പറ്റി അറിഞ്ഞപ്പോ എനിക്ക് സന്തോഷാണ്. എന്നെ കൊണ്ട് MBBS ഒന്നല്ല, പക്ഷെ എന്നെ കൊണ്ട് ആൾക്കാരെ രോഗം മാറ്റാൻ പറ്റുന്ന എനിക്ക് അതില് ചേർന്നപ്പോ തന്നെ എന്റെ ഒരു വലിയൊരു സ്വപ്നം എന്താ പറയാ പോവാണ്. ഇത് ഒരു ഫീല്. അത് ഞാൻ ആദ്യം വിചാരിച്ചാൽ ഹസ്ബൻഡ് സമ്മതിക്കില്ല, പഠിക്കാനൊന്നും സമ്മതിക്കില്ല, ആളെ ക്യാഷ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാനത് പറഞ്ഞു ഓപ്പണായിട്ട് എനിക്ക് പഠിക്കണം, പഠിച്ചാലാണ് എന്റെ ലൈഫ് സന്തോഷമാവുള്ളൂ. അത് എനിക്കൊരു എന്റെ സെൽഫ് ഫുൾഫിൽമെന്റിന് വേണ്ടിയിട്ടാണ്. പഠിക്കാൻ സമ്മതം മാത്രം തന്നാ മതി അങ്ങനത്തെ ഒരു രീതിയിൽ പറഞ്ഞപ്പോ ആള് സമ്മതിച്ച്. പിന്നെ ക്ലാസ് എന്താ പറയാ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഒന്നും എനിക്കറിയില്ല. കാരണം ഞായറാഴ്ചയാണ് ക്ലാസ് ഉള്ളൂ. ഞായറാഴ്ച ഹസ്ബൻഡിന്റെ വീട്ടിൽ ഞാനാണ് നിൽക്കേണ്ടത്. അവിടെ ഉപ്പ മരിച്ചോണ്ട് ഞാന് വേറെ താമസം കുറച്ച് ദൂരമുണ്ട്. അപ്പൊ എനിക്ക് സ്കൂളിൽ നിന്ന് മക്കളിനെ അവിടുന്ന് പറഞ്ഞേക്കാൻ പറ്റാത്തോണ്ട് ഹസ്ബൻഡിന്റെ വീട്ടിൽ സാറ്റർഡേ സൺഡേ ഞാൻ നിൽക്കണം. അപ്പൊ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിട്ടില്ല, പോവാൻ പറ്റില്ല. ശനി ഞായറും ഞാൻ അവിടെ നിൽക്കണല്ലോ, ഞായറാഴ്ച ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അൽഹംദുലില്ലാഹ് ഞാൻ ഞായറാഴ്ച ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ അതുപോലെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ രാവിലെ പത്രം കേൾക്കുമ്പോൾ അഫർമേഷൻ കൊടുക്കാം, ഞാൻ ക്ലാസ് കാണുന്നത് ഡ്രീം ചെയ്തുകൊണ്ടിരിക്കും. ക്ലാസ്സിലാണോ ചിരിക്കണ്, ഹസ്ബൻഡിനായിട്ട് അങ്ങനെ അഫർമേഷൻ എപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ തന്നെ ഈ വിചാരിക്കണ്ട് കിട്ടുന്നുണ്ട്, വിചാരിച്ചുകൂട്, കിട്ടിയില്ലെങ്കിലാണ്ട് വിചാരിച്ചുകൂട്. എനിക്കറിയില്ല ഇത്ര ഒരു ചെറിയ കാര്യത്തിന് ഇത്ര പവർ ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ അൽഹംദുലില്ലാ ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ആദ്യം 1000 ആണ് മാമിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പേയ്മെന്റ്. ഷായന പറഞ്ഞിട്ടൊരു ഫ്രണ്ട് കമ്പൽ ചെയ്തിട്ടാ, എനിക്ക് ഇഷ്ടമില്ലാണ്ട് എന്നെ ഫോഴ്സ് ചെയ്ത് ചേർത്തിയതാ. അപ്പൊ ഞാന് ഫസ്റ്റ് പറഞ്ഞ CC ചേരണ്ട, ഗോൾ ആക്ടിവേഷന്റെ പോസ്റ്റർ ഉണ്ടപ്പോ അതില് ചേർന്നാ മതി, അതില് ചേർന്നൊക്കെയുള്ളത് കിട്ടും, CCയിൽ ചേർത്തണ്ട ഷാന. അങ്ങനെ അതില് ചേർന്ന് അപ്പൊ CCയില് 1000 ഇട്ട്, ഇതിലും 1000 ഇട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു CCത്തെ 1000 ഇപ്പൊ ഗോളിൽ ഇട്ടാലോ, അവന്റെ കയ്യിലത്തെ പൈസ ഒക്കെ ഇപ്പൊ പോലെ. കാരണം ബിസിനസ് ചെയ്യണോണ്ട് നമുക്ക് ഹസ്ബൻഡിനോട് ഞാൻ ചോദിക്കാറില്ല, നമ്മള് ചെയ്യുന്നതിന് ആളോട് ചോദിക്കാറില്ല. ഞാൻ തന്നെ സെയിലാക്കിയിട്ട് ഞാൻ തന്നെ ചെയ്യണം. കയ്യിലുള്ള പൈസ എനിക്ക് ഇതന്നെ പണി, ഞാൻ മൈൻഡ് എനിക്ക് ഇതന്നെ പണി. ഇനി ഞാൻ എന്നാണ്ട് പണി എടുക്കുക, അല്ലാതെ ഓരോ കോഴ്സിൽ ചേർന്നിട്ടൊന്നും കാര്യമില്ല. CCയിൽ ചേരണ്ടേന്നില്ല, 1000 പോയി. ഇനി അപ്പൊ ഷായനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ചേരണ്ട, 1000 കൊടുത്താൽ മതി, ബാക്കി 2000 ഈ ക്ലാസ് കേട്ടിട്ട് കൊടുത്താൽ മതി പറഞ്ഞു. ഗോൾ ആക്ടിവേഷന്റെ ക്ലാസ് കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ CCയുടെ ഫുള്ള് പേയ്മെന്റ് ചെയ്ത്. അപ്പോ എന്റെ മൈൻഡിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെ പഠിച്ചവനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചാണ്. അത്രയും എന്താ പറയാ, ഇപ്പൊ ഞാൻ എന്റെ 2 കസിൻസിനോട് പറഞ്ഞു ഇതില് ചേര്, നിങ്ങള് ഞാൻ വേറെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് അതൊന്നല്ല, ഇത് വേറെ ലെവലാണ്, നിങ്ങള് ചേര്, ഞാൻ പൈസ കൊടുക്കും, നിങ്ങള് ചേർന്നിട്ട് പൈസ കയറ്റുന്നാ മതി. അൽഹംദുലില്ലാ പഠിച്ചവന് ഉയരങ്ങളിൽ എത്തിക്കട്ടെ. ഇനിയും മാമിന് എപ്പോഴും ദുആലുണ്ട്. അത്രയും അധികം എന്താ പറയാ സന്തോഷാണ്. അൽഹംദുലില്ലാ. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഷാന മാം. ഭയങ്കര ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷം അതിങ്ങനെ പുറത്തിങ്ങനെ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം, അല്ലെ? ആ ആഗ്രഹിക്കുന്ന ലെവലില് ഇൻഷാല്ലാ ഒരു ഡോക്ടർ ഷഹാന എന്നുള്ള ഒരു പേരില് അറിയപ്പെടാൻ പഠിച്ചിറപ്പ് തൗഫീക്ക് നൽകട്ടെ. അപ്പൊ അതിന് നമ്മുടെ മുബിഷ്റ മാം ഒരു നിമിത്തമായി, അതിലേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാൻ നമ്മുടെ ക്ലാരിറ്റി കോഡ്, അല്ലെ, അതിനൊരു നിമിത്തമായി എന്നുള്ളതാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. താങ്ക് യു സോ മച്ച് ഷഹാന മാം. ആദില മാം പറഞ്ഞോളൂ. എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കടപ്പാട് മാമിനോടാ, സത്യമായിട്ടും. കാരണം അത്രയും സന്തോഷമുണ്ട്. ഇന്നലെ ഞാൻ മാമിന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് അത്രയും വിഷമിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ആളാണ്, ഒരിക്കലും അങ്ങോട്ട് പോകില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടാ ഞാൻ പോന്നെ. എന്റെ ഫാമിലി എല്ലാവരും ഞാൻ വിളിച്ചു പറഞ്ഞു, ഇനി ഒരിക്കലും എന്റെ ജന്മത്തിൽ ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ പോയിട്ടില്ല. റീസൺസ് ഒക്കെ പറഞ്ഞ് അവര് പറഞ്ഞു, മോളെ വീട്ടിൽ പോയി നിന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഇന്നലെ വീട്ടിൽ പോയി. ഏറ്റവും വെറുപ്പുണ്ടായി നാത്തൂനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഹഗ് ചെയ്ത് സലാം പറഞ്ഞ് എനിക്ക് തന്നെ ഞാൻ പറഞ്ഞ മാമിനോട് ഫസ്റ്റ് ഞാൻ മെസ്സേജ് മാമിനോട് പറഞ്ഞു, മാം ഞാൻ നാത്തൂൻ മൈൻഡ് ചെയ്യണില്ല, ഞാൻ മൈൻഡ് ചെയ്യണില്ല, എനിക്ക് പേടിയാ, എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല, എന്നെ വീട്ടിൽ പോയിട്ട് പോലും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. വീട്ടിൽ കെട്ടിപ്പോ ഒരു പകുതി സമാധാനം. പിന്നെ ഞാൻ ഒരു കോൺഫിഡൻസിൽ മറ്റേ എഫർമേഷനോ എല്ലാം കൂടി ആറ്റിറ്റ്യൂഡൊക്കെ കൂടി മനസ്സിൽ പിടിച്ച് അത്രയും ഇതായി സോറിയൊക്കെ പറഞ്ഞപ്പോ ആളും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആളെ സംസാരിക്കില്ല, ചെവി വെക്കില്ല, ഭയങ്കര വാശിയ, ഇതിൽ തോന്നി അപ്പൊ തന്നെ കിട്ടണം, അങ്ങനെ ഭയങ്കര ഒരു പ്രത്യേകത ആളാണ്. സെക്ഷലി ഭയങ്കര നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും, മെന്റലി ഹെൽത്ത് എല്ലാം അടിക്കൊക്കെ ചെയ്യും, അത്രയും ഇതായുള്ള ആളാണ്. നല്ല പേരുണ്ടായിരുന്നു. പക്ഷെ ഇന്നലത്തോടെ എല്ലാം കോംപ്രമൈസായി. അതുപോലെ ഉമ്മാനോടും അതെ, ഞാൻ പൊരുത്തപ്പെട്ടൊക്കെ ചോദിച്ച്. പിന്നെ ഇതേവരെ ഞാൻ ജീവിതത്തില് ഈ ജീവിത പാട്ടിലൊന്നും പോയിട്ടില്ല. എനിക്ക് നിർബന്ധിക്ക് ഞാൻ പോകാറില്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇന്നലെ അങ്ങനെയൊക്കെ പോയി, കേക്കൊക്കെ മുറിക്കാൻ പോയി, ഭയങ്കര ഹാപ്പി. ഞാൻ പറഞ്ഞു, ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ലേ 3 സിറ്റിന്റെ പറഞ്ഞില്ലേ, എനിക്ക് എന്റെ മുന്നിൽ പ്രശ്നമുള്ള ആള് ആരാധിക്ക് പിടുത്തോട്ടായില്ല. കാരണം എല്ലാം സോൾവ് ആക്കി. ഇതിൽ ആരും അങ്ങനെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നണില്ല. ആരെ നിർത്തുന്നു ഞാൻ ആലോചിച്ചു, കുറച്ചേരം തപ്പായിരുന്നു, ആരും നിർത്തും ഞാൻ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്റെ. ഇതിനൊക്കെ കാരണം വേണ്ട, എത്ര താങ്ക്സ് മതിയാവില്ല. ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ്സും സെൽഫ് ലവ് ഒക്കെ കിട്ടിയത് ഈ ഒരു ക്ലാസ് കാരണം. അത്ര ഹാപ്പിയാണ്. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച് ആദില മാം.
ഇനി കുടുംബജീവിതം അത്രയും സന്തോഷത്തോടെ നമ്മൾ അത്രയും ആഗ്രഹിക്കുന്നതാണ് ലൈഫിലെ ഒരു സമാധാനത്തിലുള്ള ഒരു ജീവിതം എന്നുള്ളത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം. നമ്മുടെ മുബിശ്രമം ഇതുപോലെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിലേക്ക്, സന്തോഷം എന്താണെന്നറിയാത്ത ആളുകളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമാകാൻ ഇനിയും ഒരുപാട് മാമിന് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ആദില മാം. അപ്പോ തനുജ മാം, എങ്ങനെ ഉണ്ടായിരുന്നു ഈ 7 days ജേണി? 1-2 ദിവസം സ്കിപ്പ് ചെയ്തെങ്കിലും കിട്ടിയ ദിവസങ്ങളിലെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞോളൂ. ഇന്നത്തെ ക്ലാസ്സാണ് എനിക്ക് നല്ല ഫീൽ ചെയ്തത്. സത്യം പറഞ്ഞ 2005 കിട്ടിയ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്റെ മകനൊരു ഒരു മോനുണ്ടായതാണ് വിചാരിച്ചത്. പക്ഷെ അൽഹംദുലില്ലാ എനിക്ക് മുബശ്ശിറമ്മനെ പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ ഇപ്പൊ റൂമില് 8 പേരിരിക്കുന്നുണ്ടെന്നാലും എനിക്ക് അവരോടൊക്കെ പറയാൻ പറ്റി ഞാൻ ഒരു ക്ലാസ്സിലാണ് നിങ്ങളൊന്നും വിചാരിക്കുന്നു. പക്ഷെ 2 ദിവസം മുന്നേ എനിക്ക് ഇതുപോലെ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ചെറിയ കുട്ടിയായിട്ടിരിക്കണ ഭാഗത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ അതൊക്കെ പോയി ലാസ്റ്റ് ടൈമിൽ എനിക്ക് അവരോട് പറയാനും മടിയാണ്. പക്ഷെ ഇത്ര 8 പേരോട് ഞാൻ പറഞ്ഞത് എനിക്ക് അത്യാവശ്യമായിട്ടൊരു ക്ലാസ് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് മാറിയിട്ട് നടക്കായിരുന്നു. ഞാൻ ഹെഡ്സെറ്റിന്റെ ചാർജ് പോയി, എന്നാലും ഞാനത് മുഴുവൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ട് വെക്കുള്ളൂ എന്നൊരു ഭാഷയിൽ ഇരുന്നത്. ഇൻഷാ അല്ലാഹ് എനിക്ക് മുന്നോട്ട് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി ഈ ക്ലാസ്സിൽ വന്നപ്പോ. അൽഹംദുലില്ലാ, സന്തോഷം. താങ്ക് യു സോ മച്ച് തനുജ മാം. ആ കണ്ണുകൾ നിറയുമ്പോൾ അറിയുന്നുണ്ട് അത് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. മാമിന്റെ കുറച്ച് മുമ്പത്തെ ആ തെറാപ്പിയിൽ കഴിഞ്ഞ പാടെ ഞാൻ ശ്രദ്ധിച്ചു മാം ടോയ്ലറ്റിലാണ് എന്നുള്ളത്. കാരണം വേറെ സ്പേസില്ല, ഇവിടെ ആകുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട്. എന്നാലും അതൊക്കെ അവഗണിച്ച് എനിക്ക് മാറണം, എന്റെ ഉള്ളിലെ എന്നെ സ്നേഹിച്ചു തുടങ്ങണം എന്നുള്ളൊരു ഇന്റൻഷനോട് കൂടെ ആ ഒരു തെറാപ്പി കഴിഞ്ഞ് വീഡിയോ ഓൺ ചെയ്തപ്പോ തന്നെ കണ്ണ് തുടക്കുന്നതാണ് കണ്ടത് അല്ലെ. അപ്പൊ ആ ഒരു അത്രത്തോളം ഫീൽ ചെയ്തിട്ട് നമ്മളെ കണ്ണ് നിറയണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു ഇമോഷൻ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അല്ലെ. അപ്പൊ അത്രത്തോളം അത് ഫീൽ ചെയ്തിട്ടാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നമ്മുടെ ഒരു ക്ലാരിറ്റി കൂടും. അതുപോലെ മുബശ്ശിറ മാമും അതിനൊരു നിമിത്തമായതില്, സ്വയം സ്നേഹിക്കാനും ജീവിതം എന്താണെന്ന് പറയാനും പഠിക്കാനും സന്തോഷം എന്താണെന്നുള്ളത് കണ്ടെത്താനും ഒരു നിമിത്തമായതില് നമ്മുടെ മുബശ്ശിറ മാമിന് ആയുസ്സും ആരോഗ്യം പടച്ച റബ്ബ് നമ്മളെ പോലെ ഒരുപാട് ആളുകളിലേക്ക്, ഇങ്ങനെ സന്തോഷം എന്താണെന്നറിയാത്ത ആളുകളിലേക്ക് എത്തിക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോ നമ്മുടെ ഷെമി മാം പറഞ്ഞോളൂ, സന്തോഷത്തോടുകൂടെ പുഞ്ചിരിച്ചോണ്ടുകൂടെ പറഞ്ഞോളൂ. ഹലോ മാം, അസ്സലാമു അലൈക്കും. ഞാൻ ഭയങ്കര ഒരു സിറ്റുവേഷനിലാണ്. ഈ ഇതിൽ ജോയിൻ ചെയ്യണോ വേണ്ടേ ഒരു 100 തവണ ആലോചിച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പൊ എനിക്കത് തോന്നി ഒരു വലിയൊരു മാറ്റം വേണം. ഞാൻ മാമിനോട് പറഞ്ഞു ഞാൻ ഭയങ്കര ടഫായിട്ടുള്ളൊരു എന്താ പറയുക ഗോളിലേക്കാണ് ഞാൻ ഇറങ്ങണത്. അപ്പൊ അതിനു മുന്നേ എന്റെ മനസ്സും എന്റെ പ്രശ്നങ്ങളും ഒക്കെ തീർക്കണം എന്ന് കരുതിയിട്ടാണ് ക്ലാരിറ്റി കോഡിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ 2-3 ദിവസത്തെ ക്ലാസ് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. എന്താ പറയാ, ക്യാഷ് ആദ്യം എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ടായിരുന്നു. ഇത്രയും ക്യാഷ് എനിക്ക് അങ്ങനെ കുറച്ച് എന്താ പറയാ പഠിക്കാൻ വേണ്ടി ഞാൻ എടുത്ത ക്യാഷിനാണ് ഞാൻ പേയ്മെന്റ് ചെയ്യണത്. അപ്പോ അതെനിക്കൊരു റിഗ്രറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ് ഇങ്ങനെ കേട്ട് വന്നപ്പോ എനിക്ക് ആ ഒരു 2-3 ദിവസത്തെ ക്ലാസ് കേട്ടപ്പോഴേ ഞാൻ ഓക്കെ ആയി. എനിക്ക് ആ റിഗ്രറ്റ് ഒക്കെ മാറി എനിക്ക് എന്നെ മാറാനൊക്കെ ഉള്ള ഒരു ചാൻസ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മാമിനോട് ഞാൻ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോന് ചെറിയൊരു എന്താ പറയാ കഴല അങ്ങനത്തെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറിയപ്പോ അതൊന്നും ഒരു പ്രശ്നമില്ലെന്ന് അറിഞ്ഞപ്പോ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്നലൊക്കെ ഇന്നായിട്ടാണ് ചെറിയൊരു വിഷമം വീണ്ടും ഇങ്ങനെ മനസ്സിൽ വന്നത്. അത് ഈ പറഞ്ഞ പോലെ ഞാൻ അഫർമേഷൻസും അതൊക്കെ കൊടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇന്നലത്തെ ക്ലാസ് മിസ്സായി, അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ ഇന്നത്തെ ക്ലാസ് ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ വന്നിരുന്നത്. എനിക്ക് എന്താ പറയാ, ഞാൻ കരഞ്ഞിട്ടൊക്കെ മാം പറഞ്ഞ പോലെ കരഞ്ഞിട്ടൊക്കെ വന്നിട്ട് ഇരുന്നതാണ്. പിന്നെ ക്ലാസ് കഴിഞ്ഞ ആ തെറാപ്പിയൊക്കെ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഞാൻ ഈ ഗോള് ഒന്ന് എടുത്തു വെക്കാകുമ്പോ എനിക്ക് 100 ഡൗട്ടാണ്. ഞാൻ വെച്ചാൽ ഇപ്പോ പഠിപ്പ് കഴിഞ്ഞു, പിന്നെ എന്റെ 2 കോഴ്സ് 2 കഴിഞ്ഞു, ഡിഗ്രിയും കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോ ജോലിക്ക് പോകണോ അതോ ഞാൻ ഈ എന്താ പറയാ ഈ PSCയുടെ ജേണിക്ക് ഇറങ്ങണോ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലാണ്. അപ്പൊ ഉമ്മയാണ് നിർബന്ധിക്കുന്നത് എന്തെങ്കിലും ഇപ്പൊ എന്തായാലും ഇത്ര വർഷം പറയില്ലല്ലോ, ഇപ്പൊ 1 വർഷം കൂടെ ഒന്ന് ചെയ്തു നോക്ക് എന്നുള്ളത്. അപ്പോഴും എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ ചെയ്തല്ലോ നമ്മുടെ എന്താണ് കോൺഫിഡൻസ് ബൂസ്റ്റിങ്, അത് ചെയ്തപ്പോ എനിക്ക് എന്താ പറയാ ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടും. എനിക്കത് കിട്ടും അതിനുവേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുള്ളൊരു
ഇതുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നത്. അതായത് ആ ജേണിയിലേക്ക് ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ എന്റെ മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളും, കാരണം എനിക്ക് ഒരു ടെൻഷൻ വന്നാൽ ഞാൻ പിന്നെ അതോടെ ഡൗൺ ആയി, പിന്നെ ഞാൻ എണീക്കില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. എനിക്കൊരു വിഷമം വന്നാൽ പിന്നെ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ്. ഇപ്പോ ഈ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിങ് ചെയ്തപ്പോ എനിക്ക് അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇന്നലെ മാമിന്റെ ക്ലാസ് മിസ്സായതാ തോന്നുന്നു. ഇന്നലെ മുതൽ കുറച്ച് ഡൗൺ. അതുപോലെ ഇപ്പൊ ഇന്ന് ഇങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഓക്കെ ആയല്ലോ. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും, അയ്യോ നാളെ മുതൽ ഇനി ക്ലാസ് ഉണ്ടാവില്ല, അപ്പൊ ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും ഡൗൺ ആയി പോയ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ഒരു എന്താ പറയാ, ഭയങ്കര ഒരു എനിക്ക് മനസ്സിനുള്ളിൽ ഒരു റെസ്പെക്ട് ആണ് ശരിക്കും ഫീൽ ചെയ്യുന്നത് മാമിനോട്, ഒരു സ്നേഹം, ഒരു റെസ്പെക്റ്റും ഒക്കെ. അപ്പൊ അതാണ് എന്റെ പേഴ്സണലായിട്ട് ഞാൻ ഓക്കെ ആണ്. ഇനി എന്താ പറയാ, കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ എന്തായാലും ലൈഫ് ഇടക്ക് വരുമല്ലോ, അങ്ങനെ അത് ഓക്കെ ആവുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. അതുപോലെ എന്റെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് യമുന മാം. ഇനി നമ്മുടെ ക്ലാസ് കഴിഞ്ഞു, നമ്മുടെ സെഷൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചു ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. മാം കൂടെ ഉണ്ടാവും, അതുപോലെ മെന്റേഴ്സ് ആയിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഗ്രൂപ്പില് നമ്മുടെ ടാസ്കുകൾ തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിലൂടെ ആ ജേണിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരിക്കലും എന്താവൂല, ആ ഒരു പഴയ ഒരു ലെവലിലോട്ട് പോകില്ല എന്നുള്ളതാണ്. അതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. മാം എപ്പോഴും ഉണ്ടാവും കൂടെ. അതുപോലെ മെന്റേഴ്സ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളോടും ചോദിക്കാം. ഇൻഷാല്ലാ ഞങ്ങൾ എപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ എപ്പോഴും ഉണ്ടാവും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അല്ലാതെ ഈ സെഷൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇനി ഇതൊരു എൻഡിങ് ആണെന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഞങ്ങൾ കൂടെ ഉണ്ടാവും. നമ്മുടെ മുബിഷ്റ മാമിന്റെ ഞങ്ങളുടെ കൂടെ നിങ്ങളും കൂടെ കട്ട സപ്പോർട്ട് ചെയ്തിട്ട് ടാസ്കുകൾ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ ഈ ജേണിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവണം.